Good morning to all. The previous class we discussed about leverage ratio and liquidity ratio. Today we discuss the next category, that is activity ratio. What is activity ratio? The activity ratio shows how efficiently a firm uses its available resources or assets. The ratio indicates efficiency in asset management. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ എഫിഷ്യൻസി ഷോ ചെയ്യുന്നതിനെയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ അസറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഫക്റ്റീവായിട്ട് റൺ ചെയ്ത് പോവാം, അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി നോക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ദ റേഷ്യോ ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻസി ഇൻ അസറ്റ് മാനേജ്മെൻറ്റ്. അസറ്റ് മാനേജ്മെൻറ്റിലുള്ള എഫിഷ്യൻസിയാണ് നമ്മൾ മെയിൻലി ആക്ടിവിറ്റി റേഷ്യോയിൽ ചെക്ക് ചെയ്യുന്നത്. ആക്ടിവിറ്റി റേഷ്യോനെ പറയുന്ന വേറൊരു പേരാണ് എഫിഷ്യൻസി റേഷ്യോ ഓർ പെർഫോമൻസ് റേഷ്യോ ഓർ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ 3 പേരിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആക്ടിവിറ്റി റേഷ്യോ തന്നെയാണ്. ദ ആക്ടിവിറ്റി റേഷ്യോ ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ, പെർഫോമൻസ് റേഷ്യോ ആൻഡ് അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് ഇൻവെൻട്രി റേഷ്യോ അതേപോലെ തന്നെ എഫിഷ്യൻസി റേഷ്യോ ആണ്. സോ അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻസി ഓഫ് അസറ്റ് മാനേജ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 categories, that is turnover ratio and efficiency ratio. In this ratio indicate cash elasticity of the current asset. In this ratio mainly concentrated on current assets. In other words, this ratio indicates the speed with which is the resources are turned over to converted into cash. That means എന്താണ്? നമ്മൾ പറഞ്ഞു ഇറ്റ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ കറണ്ട് അസറ്റ്സിനെയാണെന്ന് പറഞ്ഞു. സോ നമ്മൾക്ക് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഈസിലി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതാണ്, സ്പീഡ്. നമ്മൾക്ക് എത്ര സ്പീഡിൽ നമ്മുടെ റിസോഴ്സസ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോയിൽ നമുക്ക് പറയാം, നമുക്കൊരു ഹയർ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് നമ്മളൊരു ഇൻ്റർപ്രിറ്റേഷനൊക്കെ എഴുതുമ്പോൾ നമുക്ക് പറയാം ദ ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. ദാറ്റ് മീൻസ് എന്താണ്? ഹയർ ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി നല്ല രീതിയിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ദാറ്റ് മീൻസ് ഹയർ പ്രോഫിറ്റബിലിറ്റി ആണ് ആ ഫേമിന് ഉള്ളതെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻസി ഓഫ് അസറ്റ് മാനേജ്മെൻറ്റ്. അസറ്റ്സ് മാനേജ്മെൻറ്റിനെയാണ് ഇത് മെയിൻലി ചെക്ക് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എഫിഷ്യൻസി റേഷ്യോ, പെർഫോമൻസ് റേഷ്യോ ഓർ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. ഇതിൻ്റെ അത് നമ്മൾ പറഞ്ഞു അസറ്റിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ്സ് നമ്മൾക്ക് എത്ര സ്പീഡിൽ നമ്മുടെ ലിക്വിഡ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ ചെക്ക് ചെയ്യുന്നത്. ആക്ടിവിറ്റി റേഷ്യോയിൽ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ നമുക്ക് ഹയർ ടേൺ ഓവർ റേഷ്യോ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഫേമിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി ആണ്. ദാറ്റ് മീൻസ് അവർ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഈ ആക്ടിവിറ്റി റേഷ്യോന് മെയിനായിട്ട് 2 categories ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻവെൻട്രി റേഷ്യോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എഫിഷ്യൻസി റേഷ്യോ. നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോന് മെയിനായിട്ട് കുറച്ച് കാറ്റഗറീസ് ആണ് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് ഇൻവെൻട്രി റേഷ്യോ എന്ന് മിസ് പറഞ്ഞു. നെക്സ്റ്റ് കാറ്റഗറീസ് വരുന്നതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ, ട്രേഡ് പേയബിൾ ടേൺ ഓവർ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ണായ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ. ഈ ഇൻവെൻട്രി ടേൺ ഓവറിനെ പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഇൻവെൻട്രീനെ നമ്മൾ സ്റ്റോക്ക് എന്നുള്ളൊരു നെയിമിൽ ഡിനോട്ട് ചെയ്യാറില്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻവെൻട്രി ടേൺ ഓവർ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നാണ് നമ്മളിതിനെ പറയാറ്. അപ്പം നെക്സ്റ്റ് നമ്മൾക്ക് ഈ ആക്ടിവിറ്റി റേഷ്യോൻ്റെ ഫർദർ കാറ്റഗറീസിലേക്ക് പോകും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഈസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സോ വാട്ട് ഈസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? Inventory or stock turnover ratio shows the relationship between cost of goods sold and average inventory or stock. What is inventory turnover? Inventory turnover ratio is the relationship between cost of goods sold and average inventory or stock.
അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതേപോലെ തന്നെ ആവറേജ് ഇൻവെൻട്രിയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഇക്വേഷനിലും എന്ത് റിലേഷനാണ് പറഞ്ഞത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യല്ലേ ചെയ്തിരുന്നത്. സോ നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? It is the obtained by the ratio the cost of goods sold divided by average stock. So we can get inventory turnover ratio. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഇൻവെൻട്രി ടേൺ ഓവർ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒന്നും കൂടിയും പറയുന്നു. അതുകൂടാണ്ട് വേറൊരു പേരും കൂടിയും പറയും, മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോനെ പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ ആൻഡ് മെർക്കൻഡൈൽ ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് നമ്മൾ പറയും ഇറ്റ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ടൈം ഓഫ് സ്റ്റോക്ക് ടേൺ ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. ദ സ്റ്റോക്ക് ടേൺ ഓവർ ഈസ് കമ്പ്യൂട്ടഡ് ആസ് ദ ഫോളോയിങ് ഫോർമുല, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സോ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്തല്ലോ. സോ ദാറ്റ് മീൻസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി പഴയ റേഷ്യോസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒന്നില്ലെങ്കിൽ ഈസ്റ്റു ഒരു അനുപാതത്തിലാണ് കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്നാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണിക്കുന്നത് ടൈംസ് എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 2, 3, 5, 8 എന്തോ ആയിക്കോട്ടെ അതിന് നമ്മൾ കാണിക്കുക. ഇപ്പം 5 കിട്ടിയെന്നുണ്ടെങ്കിൽ 5 ടൈംസ് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 8 ആണ്. 8 ടൈംസ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ നടത്തുക. ദാറ്റ് മീൻസ് എന്താണ്? ഒരു 8നും എബോ ആണ് നമ്മുടെ ആൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ഫേം ക്യാൻ യൂസ് ഓൾ ദ റിസോഴ്സസ്. അപ്പോൾ ഫേം എല്ലാ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ഫേംസ് വർക്കിംഗ് കണ്ടീഷൻ ഈസ് ഗുഡ്. അപ്പം അത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, മെർക്കൻഡൈൽ ടേൺ ഓവർ റേഷ്യോ. The formula is the cost of goods sold divided by average cost. The standard rate is, or standard ratio is mentioned as 8 times. Mentioned as a times. So the standard rate is 8 times is the standard rate. സോ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ +2 മുതൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക് എന്നല്ലേ പറഞ്ഞത്. ഈ നെക്സ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ആവറേജ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആവറേജ് നോർമലി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമുക്കൊരു 2 സംഖ്യകൾ തന്നിട്ടുണ്ടെന്ന് ചോദിക്കുക. ആ 2 സംഖ്യകൾ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ആവറേജ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ നമ്മൾക്ക് എന്താ ഓപ്പണിംഗ് സ്റ്റോക്ക് ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. സോ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. സോ വി ക്യാൻ കൺസിഡർ ആസ് എ ആവറേജ് സ്റ്റോക്ക് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ ആവറേജ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം. സോ നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്തില്ലേ. പക്ഷേ നമുക്ക് ഒരെണ്ണമാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കേണ്ട. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആവറേജ്. സോ നമ്മളുടെ ചില പ്രോബ്ലത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മുടെ ആവറേജ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ടത്. ഓക്കെ.
ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചിലപ്പോൾ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരിക്കില്ല, അതായത് ഐറ്റംസ് തന്നിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ പകരം ചിലപ്പോൾ നമ്മൾക്ക് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്ന ഇക്വേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാനായിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്താ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാനായിട്ട് ചെയ്യുക? ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. സെയിൽസ് മൈനസ് ചിലപ്പോൾ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും തന്നിരിക്കുക. സോ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. നെക്സ്റ്റ് നമ്മൾ ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റോക്ക് വെലോസിറ്റി നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞത്. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻവെൻറ്ററി റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ക്യാൻ ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ആൻഡ് മന്ത്സ്. നമ്മൾ പറഞ്ഞു ടൈംസിലാണ് നമ്മൾ ഇൻവെൻറ്ററി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പറഞ്ഞു. ഇത് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡേയ്സിൽ അല്ലെങ്കിൽ മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്റ്റോക്ക് വെലോസിറ്റീനെ നമ്മൾ പറയുന്നൊരു വേറെ പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ്. ഓക്കെ, സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണെന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തപ്പോൾ പറഞ്ഞു അത് ടൈംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ ടൈംസിൽ എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഡേയ്സിലേക്കോ അല്ലെങ്കിൽ മന്തിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ months in a year divided by stock turnover ratio in times. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? നമുക്ക് ഒരു വർഷം 1 year ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു വർഷത്തിൽ എത്ര ഡേയ്സ് ഉണ്ട്? നമുക്ക് 365 ഡേയ്സ് ആണ് നമ്മൾക്കുള്ളത്. സോ നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഒരു 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണോ സ്റ്റോക്ക് ടേൺ ഓവർ കിട്ടിയത്. അപ്പോൾ ഒരു 5 ആണെന്നുണ്ടെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അതാണ് ഡേയ്സ് കണക്കിൽ വരാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, നമ്മൾ ഡേയ്സ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പോൾ ഒരു 91 ആണ് കിട്ടണമെന്ന് ചോദിക്കുക. അപ്പോൾ 91 ഡേയ്സ് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് മന്തിൽ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു വർഷത്തിൽ എത്ര മന്ത് ഉണ്ട്? 12 മന്താണ് ഉള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 12 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 5 ആണെന്നുണ്ടെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 5 നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ അതൊരു 3 ആണെന്ന് വിചാരിച്ച് നമ്മൾ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 3 മന്ത്. നമ്മൾ മന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്റ്റോക്ക്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് സ്റ്റോക്ക് എത്രയാണോ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇല്ലേ, അത് നേരെ തിരിച്ചിടാം. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് വെലോസിറ്റി കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും പ്രോബ്ലം ഇല്ല, ആൻസർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലം മിസ് 2 വീഡിയോ ആയിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ പ്രോബ്ലം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് മിസ് 2 വീഡിയോസായിട്ട് ഇട്ട് തരാം. അപ്പോൾ ഫസ്റ്റത്തേൽ നിങ്ങൾ ആക്ടിവിറ്റി റേഷ്യോ എന്താണെന്ന് പഠിക്കുക, ഇൻവെൻട്രി ടേൺ ഓവർ എന്താണെന്ന് പഠിക്കുക, അതേപോലെ തന്നെ സ്റ്റോക്ക് വെലോസിറ്റി ഇതിൻ്റെ ഇക്വേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇതറിഞ്ഞാൽ മാത്രമേ, ഈ ഇക്വേഷനും കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇതിൻ്റെ തിയറി പഠിക്കുക. നെക്സ്റ്റ് മിസ് പ്രോബ്ലത്തിൻ്റെ വീഡിയോ ഇട്ട് തരാം. താങ്ക് യു.